അദ്ദേഹത്തിൻ്റെ കഥകൾ ഒന്നും തന്നെ മോശമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കഥയും മോശമല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും നല്ലതാണ്. വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവയുടെ അർത്ഥത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടെത്താമെങ്കിലും ഈ 3 വാക്യങ്ങളും ഏതാണ്ട് ഒരേ ആശയം തന്നെയാണ് നൽകുന്നത്. ഇനി നമുക്ക് ഇവയുടെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ വാക്യം, അദ്ദേഹത്തിൻ്റെ കഥകൾ ഒന്നും തന്നെ മോശമല്ല. ഇത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തുമ്പോൾ ഇങ്ങനെയാകും, നൺ ഓഫ് ഹിസ് സ്റ്റോറീസ് ഈസ് ബാഡ്. രണ്ടാമത്തെ വാക്യം, അദ്ദേഹത്തിൻ്റെ ഒരു കഥയും മോശമല്ല. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നോട്ട് വൺ ഓഫ് ഹിസ് സ്റ്റോറീസ് ഈസ് ബാഡ്. ഇനി മൂന്നാമത്തെ വാക്യം എടുക്കാം, അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും നല്ലതാണ്. ഓൾ ഓഫ് ഹിസ് സ്റ്റോറീസ് ആർ ഗുഡ്. ആദ്യത്തെ 2 വാക്യങ്ങൾ നെഗറ്റീവ് ആംഗിളിലാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ വാക്യം പോസിറ്റീവ് ആംഗിളിലാണ്. പ്രശംസ നൽകേണ്ടതാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വാക്യം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതല്ല, വിമർശനാത്മകമായ ചർച്ചയിലോ സംശയത്തോടെയോ പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ 2 വാക്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഉചിതം.